ഹായ് 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 വെൽക്കം. സോ വെൽക്കം ബാക്ക് ടു ഡിഫൈൻ്റെ മറ്റൊരു പുതിയ പാർട്ട് 3ലേക്ക് എല്ലാവരെയും സ്വാഗതം. ഈ ഒരു പാർട്ട് കൂടെ നമ്മുടെ ചാപ്റ്റർ പക്കാ ക്ലിയറായിട്ട് നമ്മൾ ക്ലോസ് ആക്കണം. സോ അപ്പൊ നമ്മൾ മെല്ലെ കിടക്കാൻ പോവാണ്. എന്താണെന്നറിയോ? ഒന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസോ ടോപ്പ്, ഐസോ ബാർ. നോക്കിയാലോ, ഫസ്റ്റ് ഞാൻ എഴുതുന്നൊരു ഹെഡിങ് ഐസോ ടോപ്പ്, ഐസോ ടോപ്സും ഐസോ ബാറും. കുറച്ച് സ്ലൈഡ് കൂടെ നോക്കും. ഐസോ ബാർ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഐസോടോപ്പ് എന്താണ്? ഐസോ ബാർസ് എന്താണ്? അതാണ് നമുക്ക് നോക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതുകയാണെങ്കിൽ ഓക്കെ, ഇതാണ് എന്ത് ഐസോടോപ്പിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ ഐസോടോപ്പും ഐസോബാറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കാൻ. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ 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 ഐസോബാർസ് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് ആണ് ഐസോബാറിന്റെ. ഓക്കെ, ഇനി ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയാലോ നമുക്ക്. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയാലോ? അതായത് ഐസോടോപ്പിൽ അടിയിൽ Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ സെയിമും, അറ്റോമിക് നമ്പർ അഥവാ Z അറ്റോമിക് നമ്പർ എന്തായിരിക്കും? ഐസോ ടോപ്പിൽ അറ്റോമിക് നമ്പർ സെയിമും, അതേപോലെ മാസ് നമ്പർ അഥവാ A എന്താണ്? ഡിഫറെന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പ്. ഒന്നുകൂടി നോക്കിക്കോ, സെയിം ആയിട്ടുള്ള അറ്റോമിക് നമ്പറും വ്യത്യസ്തമായിട്ടുള്ള മാസ് നമ്പറും ആണെങ്കിൽ ഐസോടോപ്പ് എന്ന് വിളിക്കും. ഐസോബാർ എന്ന് പറയുമ്പോഴോ, ഐസോബാർ ഇതെന്താണെന്ന് ശരിക്കും ഇതിനൊരു പേരുണ്ട്. ആ പേരെന്താണ് നിങ്ങൾക്ക് അറിയോ? ഓരോന്നിന്റെയും പേര് ശരിക്കും പറയുകയാണെങ്കിൽ ഫസ്റ്റ് പ്രോട്ടിയം, അതേപോലെ ഡിറ്റീരിയം, അതേപോലെ ട്രിഷ്യം എന്നാണ് അറിയപ്പെടുന്നത്. ഓർത്തിച്ച പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രിഷ്യം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ഇതിനെയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഇത് Z എന്ന് പറയുന്ന വാല്യൂ സെയിമും A എന്ന് പറയുന്ന മാസ് നമ്പർ ഡിഫറെന്റും ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പ്. നെക്സ്റ്റ് ഐസോ ബാർസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഐസോ ബാർ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അറ്റോമിക് നമ്പർ അഥവാ Z ഡിഫറെന്റും, അറ്റോമിക് നമ്പർ ഡിഫറെന്റും, അതേപോലെ മാസ് നമ്പർ സെയിമും. ഓർത്തു വെക്കുക, അറ്റോമിക് നമ്പർ ഡിഫറെന്റും മാസ് നമ്പർ സെയിമും ആണെങ്കിൽ അതിനെ ഐസോബാർസ് എന്നറിയപ്പെടും. ഐസോബാർസ്. ഓക്കെ, ഇനി വേറൊന്നുമില്ല. പ്ലസ് വണ്ണിലാണ് നിങ്ങൾക്ക് ഇല്ല തോന്നും ഐസോടോൺ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അവിടെ എന്താ വെച്ചാൽ ഇവ രണ്ടാൾക്കാരെയും കൂടി അതിന്റെ ഡിഫറെന്റ് നോക്കുകയാണെങ്കിൽ സെയിം ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടും. അങ്ങനത്തെ ആൾക്കാരെ പറയുന്ന പേരാണ് ഐസോടോൺസ് എന്നറിയപ്പെടും. ഓക്കെ, ഐസോടോൺസ്. ഇത്രയും കാര്യം ഞാൻ കത്തിയിട്ടുണ്ടോ? മേഡം പോയി ഈ ഒരു ഐസോടോപ്സും ഐസോബാർസും കത്തിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒരൊറ്റ ഭാഗം വരും. അതായത് ഐസോടോപ്പും കഴിഞ്ഞു, ഐസോബാറും കഴിഞ്ഞു. ഇനി അവസാനം ആറ്റത്തിന്റെ ഒരു സ്ട്രക്ചറും അതിന്റെ ഷെൽ നമ്പറും അതേപോലെ ഓർബിറ്റ് നമ്പറും അതിന്റെ ഇലക്ട്രോൺസിന്റെ എത്ര ആൾക്കാർക്ക് ഇല്ല എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചാൽ ചാപ്റ്റർ ഫുൾ ക്ലോസ്. ഓക്കെ, അപ്പൊ നമുക്ക് അതുകൊണ്ട് പെട്ടെന്ന് നോക്കിയാലോ. ഒരു 2 മിനിറ്റിനുള്ളിൽ, ഒരു 5 മിനിറ്റിനുള്ളിൽ ഈ ഒരു ഭാഗം. ഓക്കെ, ഐസോടോപ്പ് എന്നാണ് കിട്ടി, ഐസോബാർസ് എന്നാണ് കിട്ടി. ഐസോടോപ്പും ഐസോബാർസ് എന്നാണ്. സൂപ്പർ. സോ നോക്കാം എന്താണ് ഒരു സ്ട്രക്ചർ. ഒരു ആറ്റത്തിന്റെ ഒരു സ്ട്രക്ചർ വരികയാണ്. എനിക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ടത് എന്താണ് എന്നറിയോ? ഈ ഒരു ബോക്സിൽ നിങ്ങൾ എനിക്ക് പ്രധാനമായിട്ടും പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ ഈ ബോക്സിൽ. ഒരാളെ കുറിച്ച് 1 2. ഒന്നാമത്തത് ഓർബിറ്റ് നമ്പറും ഷെൽ നമ്പറും ഫിൽ ഇലക്ട്രോൺ. ഇതുകൂടി നിങ്ങൾ പറഞ്ഞു തന്നെ ഇത് നിങ്ങൾ വരയ്ക്കാൻ വേണ്ടി പഠിച്ച ചാപ്റ്റർ കഴിഞ്ഞു.
സോ നോക്കാം, അതായത് ഓർബിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഇതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ആൾക്കാരാണ് ഓർബിറ്റ് നമ്പർ ഒന്ന്. അതിനെ വിളിക്കുന്ന പേര് കെ എന്നാണ്. കെ തൊട്ട് അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഈ കേസിൽ ABC തൊട്ടല്ല, കെ തൊട്ടാണ്. ഓർബിറ്റ് നമ്പർ ഫസ്റ്റ് കാണുന്നത് ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് കാണുന്നത് 1, ന്യൂക്ലിയസിനോട് പിന്നെ അകലെ കാണുന്നത് 2, ന്യൂക്ലിയസിനോട് പിന്നെ അകലെ കാണുന്നത് 3. അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഓർബിറ്റ് നമ്പർ 1, അതിനെ വിളിക്കുന്ന ഷെൽ നമ്പർ കെ എന്നാണ്. അതേപോലെ അതിൽ എത്ര ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ? അതിന് മെയിൻലി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 2n². മാർക്ക് ചെയ്ത് വെക്കുക. 2n² എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് എന്തിന് യൂസ് ചെയ്യുക? എത്ര ആൾക്കാർ ഓരോ ഓർബിറ്റിലും അല്ലെ ഓരോ ഷെല്ലുകളിലും എത്ര ആൾക്കാരാണ് കൊള്ളുക, ഫില്ലാവുക എന്ന് അറിയാൻ വേണ്ടി 2n² എന്ന ഇക്വേഷൻ ചെയ്യും. എങ്ങനെ സോൾവ് ചെയ്യാം? അതായത് ഓർബിറ്റ് നമ്പറിനാണ് നമ്മുടെ n ഈസ് ഈക്വൽ ടു ഓർബിറ്റ് നമ്പർ എന്നാണ് കേട്ടോ. n എന്ന് പറഞ്ഞ ഓർബിറ്റ് നമ്പർ ആണ്. ഫസ്റ്റ് 2 ഇൻറ്റു ഓർബിറ്റ് നമ്പർ 1 എഴുതുക, അതിന്റെ സ്ക്വയർ. 1 കുറവ് 1 2, അതാണ് ഫില്ലപ്പ് കേട്ടോ. ഒന്നാമത്തെ ഷെല്ലിൽ കെ ഷെല്ലിൽ ഫില്ലായി 2 ഇലക്ട്രോൺ ആണ്. രണ്ടാമത്തെ ഓർബിറ്റ് നമ്പർ നോക്കുമ്പോൾ കെ എൽ എന്ന് വിളിക്കും. അവിടേക്കുള്ള 2ന്റെ സ്ക്വയർ എത്ര? 4. 4 ഇൻറ്റു 2 8. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ആളും 4 വരെ നമ്മൾ പഠിച്ചാൽ മതി. മൂന്നാമത്തെ ആള് കെ എൽ എം, നാലാമത്തെ ആള് എൻ. ഇത്ര മതി. കെ എൽ എം എൻ വരെ മതി. അപ്പൊ നോക്കാം മൂന്നാമത്തെ കേസിൽ, അതായത് 2 ഇൻറ്റു 3 സ്ക്വയർ. 3 സ്ക്വയർ 9, 9 ഇൻറ്റു 18. ഓക്കെ, കിട്ടിയില്ലേ? ഇതാണ് ഈ ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുക. അവസാനമായിട്ട് 4 സ്ക്വയർ 16, 16 ഇൻറ്റു 8 30, 16 ഇൻറ്റു 2 32. കിട്ടി 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 കിട്ടി. ഇതാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ ഓറിയന്റഡ് ആയിട്ട് മുഴുവനായിട്ട് പഠിക്കാനായിട്ട് ചാപ്റ്റർ. നമ്മൾ ഇന്നത്തോടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്തു. ഫുൾ ഔട്ട് ഓഫ് ഫുൾ നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ സ്കോർ ആക്കി. സോ അവസാനമായിട്ട് നിങ്ങൾക്ക് ഒരു കമന്റ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ, ഒരു കമന്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ആയാൽ നമ്മുടെ ചാപ്റ്റർ പക്ക ഫിനിഷ് ചെയ്തു ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറയും. ഒരൊറ്റൊരു കമന്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി മാത്രം കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ചാപ്റ്റർ ക്ലോസ് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ഒരു CS-നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇത്രയും അടിപൊളി ഇത്രയും അടിപൊളി ക്ലാസ് ആയിട്ട് നമ്മൾ തരുന്നത്. ചെയ്യാം, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാം. ആൻഡ് നമ്മൾ അവസാനമായിട്ട് ഒരു കമന്റ് ചെയ്യാനുള്ള ഒരൊറ്റ ചോദ്യമാണ് നമ്മൾ തരുന്നത്. ഓക്കെ, കമന്റ് ചെയ്യുക. സോ കമന്റ് ചെയ്യാൻ നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. എന്താണെന്നറിയോ, ഇതിൽ ഏതാണ് ഐസോടോപ്പ്, ഇതിൽ ഏതാണ് ഐസോബാർ? N7 50 N7 40 O 8 10 15. സോ ഇതിൽ ഏതെല്ലാമാണ് ഐസോടോപ്പുകള്, ഏതെല്ലാമാണ് ഐസോബാറുകള്? പെട്ടെന്ന് പറഞ്ഞു. ഇവിടെയല്ല, വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഐസോടോപ്പ് ഐസോബാർ. ഓക്കെ, ഐസോടോപ്പ് ഏതാണ്, ഐസോബാർ ഏതാണെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ 8 ആണ്, ഇവിടെ 15, 14, 7, 15. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിന്റെ പ്രീമിയർ ലൈവ് സെഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചു. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ, അല്ലെ ഡൗട്ട് ഇല്ലയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നമ്മളോട് നിങ്ങൾക്ക് അറിയിക്കാം. അപ്പൊ നമ്മൾ ഇനി അടുത്ത് നമ്മുടെ ഫിസിക്സ് ആയിക്കോട്ടെ എല്ലാ ചാപ്റ്ററും ഇതുപോലെ എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും. നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ബൈ.